ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ലൈവ് അപ്ഡേറ്റ് ആണ് പറയുന്നത്. ലൈവിൽ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന 8ാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ബോർഡ് ഉണ്ടാവും. ആ ബോർഡിൽ തൊട്ടടുത്ത് ബോർഡിൻ്റെ അവിടെ കളം വരച്ചിട്ടുണ്ട്. താഴെ ആ കളത്തിൽ ഇങ്ങനെ നിൽക്കണം. പിന്നെ കളത്തിൽ നിന്ന് പുറത്ത് ചാടിയാലും കുഴപ്പമില്ലെന്നുള്ള നിയമമൊക്കെ പിന്നെ വരുത്തി. ആദ്യം പുറത്ത് ചാടാൻ പറ്റില്ലെന്നായിരുന്നു. അങ്ങനെ നിൽക്കുന്നു. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് സ്റ്റാൻഡിൽ കുറച്ച് പെയിൻറ്റും ഒരു സീലും വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് മറ്റുള്ളവരുടെ ബോഡിൽ കൊണ്ട് സീല് വെക്കണം. ഇതായിരുന്നു ആദ്യത്തെയൊക്കെ. അവരാരും എങ്ങോട്ടും നീങ്ങാതെ അവിടെ അങ്ങ് നിൽക്കും, മണിക്കൂറോളം നിൽക്കും. പിന്നെ അതിനുവേണ്ടി സിജോയും ഋഷിയൊക്കെ മുന്നോട്ട് മാറിയൊക്കെ കൊടുത്തു. പിന്നെ അങ്ങോട്ട് കളി സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ നോറയൊക്കെ ഔട്ടായി. അങ്ങനെ ഓരോരുത്തരായിട്ട് ഔട്ടായി വന്നു. അത് കഴിഞ്ഞ് ക്യാപ്റ്റനായ സിജോയും ജാസ്മീനും തമ്മിൽ ഒരു നല്ല അടിയാണ് നടക്കുന്നത്. കാര്യം എന്താ വെച്ചാൽ എത്ര സീല് പതിച്ചു എന്നുള്ളതിലാണ് തർക്കം വരുന്നത്. അപ്പോൾ ഋഷിയുടെ എത്രയാണ്, ശ്രീധുവിൻ്റെ എത്രയാണ്, സിജോയുടെ എത്രയാണ്, ഇതൊക്കെ എണ്ണുന്ന ഒരു രീതി വന്നപ്പോൾ ഇത് പൂർണ്ണമായിട്ട് ഇവർക്ക് അങ്ങോട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുമില്ലെന്ന് പറയാം ബിഗ് ബോസിൻ്റെ ഒരു രീതി. അവസാനം സിജോയാണ് ഇതിനൊരു തീരുമാനം എത്തുന്നത്. കാരണം ജാസ്മിൻ തർക്കിക്കുന്നത് തെളിയാത്ത സംഭവം എന്നുള്ളതാണ്. അപ്പോൾ അത് പറ്റില്ല, നല്ലപോലെ തെളിഞ്ഞേ പറ്റുള്ളൂ, സീല് കംപ്ലീറ്റ് വന്നതേ പറ്റുള്ളൂ എന്നുള്ള രീതിക്ക് സിജോയും ഒക്കെ പറയുന്നു. ശരിക്കും സീല് കംപ്ലീറ്റ് വരുന്ന ഓരോ പ്രാവശ്യവും മഷിയെ മുക്കിയിട്ട് വേണം. അപ്പോൾ അത്രയും ഗ്യാപ്പ് വരും, അത്രയും സീൽ അവിടെ കുറഞ്ഞിരിക്കും. ഇതൊരു പ്രാവശ്യം പെയിൻറ്റേ മുക്കിയിട്ട് പടപടേന്ന് അങ്ങോട്ട് അടിച്ച് വെക്കുക. അപ്പോൾ സീലിൻ്റെ എണ്ണുമ്പോഴത്തേന് ഒത്തിരി എണ്ണ ആർക്കാണോ കൂടുതൽ കിട്ടിയത് അവർ ഔട്ടാകും. ആ രീതിയാണ് ജാസ്മിനൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ആ ഒരു രീതി മുറിക്കാൻ വേണ്ടി തന്നെയാണ് സിജോ പറയുന്നത്. റിജക്റ്റഡ് എന്ന് സീല് പതിച്ചതിൻ്റെ അകത്ത് റിജക്റ്റഡ് എന്ന് കാണണം, അങ്ങനെയുള്ളത് മാത്രമേ എണ്ണാൻ പറ്റൂ എന്നാണ് സിജോ പറഞ്ഞത്. അത് സിജോ തന്നെ ഉണ്ടാക്കി, ക്യാപ്റ്റൻ എന്ന രീതിക്ക് സിജോ തന്നെ ഉണ്ടാക്കിയ ഒരു നിയമം. ആ നിയമം നിങ്ങളൊക്കെ അംഗീകരിക്കുന്നുണ്ടോ എന്ന് ബിഗ് ബോസ് ചോദിക്കുക. എന്നാൽ ഇത് ആദ്യം ബിഗ് ബോസ് പറഞ്ഞിരുന്നെങ്കിൽ ഈ ഒരു അടി നടക്കുകയില്ല. അങ്ങനെയൊന്നും പറയുകയല്ല. ഇവർ പരസ്പരം അടി നടക്കാൻ വേണ്ടിയാണ് ബിഗ് ബോസിൻ്റെ ഗെയിം. അതിൻ്റെ ഇടയ്ക്ക് ഇവർ പറയുന്നുണ്ട് നിങ്ങൾ ഒറ്റയ്ക്ക് വേണേൽ കളിക്കുക, അല്ലെങ്കിൽ കൂട്ടുകൂടി കളിക്കാമെന്ന്. അപ്പോൾ സായി അഭിഷേകിന് കണ്ണുകൊണ്ടും കൈകൊണ്ടും ഒക്കെ ഒത്തിരി നിർദ്ദേശം അവിടെ നിന്ന് കൊടുക്കുന്നുണ്ട്. നന്ദനയാണെങ്കിൽ ഋഷിയോടൊക്കെ പറയുന്നുണ്ട് എൻ്റെ ബോർഡെ വന്ന് സീൽ വെക്കരുതെന്ന് പറയുന്നുണ്ട്. പിന്നെ ശ്രീധുവിൻ്റെ ബോർഡെ ഒരു കാരണവശാലും അർജുൻ വെക്കുകയില്ല. അങ്ങനത്തെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു കൂട്ടുകളിയാണിത്. അത് പരസ്പരം അടിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. അപ്പോൾ ജാസ്മിനെ ഉപദ്രവിച്ച സിജോ എന്നുള്ള രീതിക്ക് ജാസ്മിൻ കയറി അടിക്കും. നിന്നെ ഒരു ക്യാപ്റ്റനാക്കാൻ ഒരു ഓട്ടയിലും കൊടുത്തല്ലോ, ഒരാളോർത്ത് ഞാൻ ദുഃഖിക്കുന്നു എന്നാണ് ഇപ്പോൾ ജാസ്മിൻ പറയുന്നത്. ഒരാളുടെയൊക്കെ സ്വഭാവം തിരിച്ചറിയുന്നത് അവരോരോരോ പൊസിഷനിൽ എത്തുമ്പോഴാണ് സിജോയുടെ സ്വഭാവം പറഞ്ഞത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലും സിജോ ഇതുപോലെ വഴക്കുണ്ടാക്കിയതാണല്ലോ. അപ്പോൾ ഏതാണെങ്കിലും സിജോയും ജാസ്മിനും ഇപ്പോൾ ഔട്ടായിട്ട് പുറത്തിരിപ്പുണ്ട്. പുറത്തിരുന്ന് വഴക്ക് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ചിലക്കാൻ വരണ്ടെന്നൊക്കെയുള്ള രീതി പറയുന്നത്. നിൻ്റെ ചിലപ്പോൾ ഇവിടെ കുറേ കേട്ടല്ലേ. അന്നേരം ജാസ്മിൻ ചോദിക്കുന്നു, നീ ബിഗ് ബോസോ അല്ല ജനങ്ങളുടെ പ്രതിനിധിയോ ബിഗ് ബോസിൻ്റെ ഹെഡോ ഒന്നും അല്ലല്ലോ എന്നൊക്കെ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് നല്ലപോലെ വഴക്ക് പിടിച്ച് രണ്ടുപേരും കൂടി ഇരിക്കുന്നുണ്ട്. ഈ ഓരോ ഗെയിമും നല്ല അടി നടക്കാൻ വേണ്ടിയാണ് കൊടുക്കുന്നത്. ഇനി അടുത്ത അഭിഷേകും സായിയും കൂടെ എന്തോ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ പ്ലാൻ്റെ ഭാഗമായിട്ടായിരിക്കും ജിൻഡോയും അഭിഷേകവും അടി നടക്കാൻ പോകുന്നത്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ആദ്യമായിട്ട് കാണുന്നത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.